ഇതൊന്നുമില്ലാതെ എല്ലാവരും വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും തള്ളനായിട്ട് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളല്ലേ? അതെ, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. കേരളത്തിലുള്ളവരല്ല. കേരളത്തിലുണ്ടെന്നേ. കേരളത്തിൽ ജാതീയതയും വർഗീയത ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യാനികളുടെ ഇടയില. വേണമെങ്കിൽ കേട്ടാ മതി. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാനൊരു ക്രിസ്തീയ സുഹൃത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ ആ സുഹൃത്ത് പങ്കുവെക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിലുള്ള വർഗീയത ആർക്കാണെന്ന് ശരിക്കും മനസ്സിലാവും. ഞാൻ വേറൊരു മതവിശ്വാസി പറയുകയാണെങ്കിൽ അതെന്തെങ്കിലും എന്താ പറയുക, തൻ്റെ ഒരു മതത്തിനോടുള്ളൊരു വിരോധം കൊണ്ടാണ് അങ്ങനെ പങ്കുവെച്ചതെന്ന് കരുതാം. പക്ഷേ ഈ ഒരു ക്രിസ്തീയ വിശ്വാസമുള്ള ഒരു ഇൻഫ്ലുവൻസറായ അദ്ദേഹം പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തല്ല, നമ്മുടെ നാട്ടിലുള്ള യഥാർത്ഥ വർഗീയത ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകൾ ആരാണ്? ക്രിസ്തീയ വിശ്വാസികളാണ്. അത് നിങ്ങൾ വിഷയം പറയുമ്പോൾ ആ വീഡിയോ ഒന്ന് കാണും. ഏറ്റവും കൂടുതൽ ജാതീയതയും വർഗീയതയും ഉള്ളത് ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലൊന്നും അല്ല, ക്രിസ്ത്യാനികളിലാണ്. നിങ്ങളൊരു അഡ്മിഷൻ എടുക്കുക. അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ജാതീയത വർഗീയത. എന്നിട്ടും മനസ്സിലാകാത്തവർ കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നാൽ മതി. പോവുക, ഒരു മാട്രിമോണിയൽ സൈറ്റിൽ കയറുക. സിറിയാനിയാണോ, ലത്തീനാണോ, മലങ്കരയാണോ, ഓർത്തഡോക്സ് ആണോ, അങ്ങനെ കുറെ ഉണ്ട്. ഈ അറേഞ്ച് മാരേജ് വല്ലതും ഇതുവരെ തമ്മിൽ നടക്കും? ഒന്നും നടക്കില്ല. എല്ലാവരും അവരവരുടെ ഭാഗത്തുനിന്ന് കിട്ടുള്ളൂ. ഇത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കൺവേർട്ടായി കുറെ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അതേ സിസ്റ്റം ഇപ്പുറത്തേക്ക് എടുത്തു. ഇതൊന്നും ഇല്ലാതെ എല്ലാവരും വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും തള്ളനായിട്ട് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളല്ലേ? അതെ, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. കേരളത്തിലുള്ളവരല്ല. കേരളത്തിലുണ്ടെന്നേ. കേരളത്തിൽ ജാതീയതയും വർഗീയത ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യാനികളുടെ ഇടയില. വേണമെങ്കിൽ കേട്ടാ മതി. അപ്പൊ ചെയ്യാം. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ, ആരാണ് ശരിക്കും നമ്മുടെ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്നതെന്നുള്ള. ഈ സുഹൃത്ത് പങ്കുവച്ചൊരു കാര്യം 100% കറക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? ഞാൻ ആരെയും അങ്ങനെ കുറ്റം പറയണമെന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞില്ല. ഇത് ഓരോരുത്തരുടെ അനുഭവമാണ്. ഇത് തുറന്നു പറയാൻ കാണിച്ച ഈ മനുഷ്യനോട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാൻ മുൻപ്, ഞാനിപ്പോൾ ഉള്ളത് മൈസൂരാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ വിദ്യാർത്ഥികളുമായിട്ട് വന്നൊരു കുട്ടികളുടെ ടൂറാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്കൊരു അത്ഭുതം ഉണ്ടായി. നമ്മുടെ ചാനൽ കാണുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടു. ഒത്തിരി പേരെ കണ്ടെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് മൈസൂർക്ക് ഒരു സമയത്ത് വയനാട് അടിവാരം വഴിയാണ്, ചുരം വഴിയാണ് വരുന്നത്. അടിവാരത്തേക്ക് എത്തിയപ്പോൾ 2 കുട്ടികൾ, ഞാൻ അവിടുത്തെ ഒരു പെട്രോൾ പമ്പിൽ നമ്മളൊന്ന് വാഷ്റൂം ഉപയോഗിക്കാൻ വേണ്ടി കയറി, കുട്ടികൾ നിർത്തി കൊടുത്തു. അപ്പോൾ 2 മർക്കസിൻ്റെ നോളജ് സിറ്റിയിൽ പഠിക്കുന്ന 2 കുട്ടികൾ വന്നിട്ട്, ചെക്കന്മാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഫക്രുദ്ദീൻ അല്ലേ? അപ്പോൾ എങ്ങനെ എന്നെ അറിയാമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ വീഡിയോ കാണലുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. ഞാൻ ഉമ്മാക്കൊരു അസ്സലാമു അലൈക്കും സലാമൊക്കെ പറഞ്ഞിട്ട്, മർക്കസിൻ്റെ നോളജ് സിറ്റിയിൽ പഠിക്കുന്ന നല്ല വിദ്യാർത്ഥികളാണ്, അവിടെ എന്തൊരു കോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണ് വരുമ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന ഒരാളെ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും ഇൻഷാ അല്ലാഹ് അതിൽ പറയണം, നമ്മുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മൈസൂർ വന്നിട്ട് ഞാൻ രാവിലെ ഇവിടെ ഈ ഹോട്ടലിൽ, അവിടെ ഒരു ഹോട്ടൽ പ്ലാസ എന്ന് പറഞ്ഞിട്ട്, അവിടുത്തെ സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ മുൻപിൽ മലയാളികളുടെ ഹോട്ടലുണ്ട്. അവിടെ നിന്നുള്ള സമയത്തുണ്ടോ, അവിടെ ഈ മൈസൂർ പാക്കൊക്കെ വിൽക്കുന്ന വിഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. അതിന് മുൻപിൽ തന്നെ അവരുടെ തന്നെയാണ് ഷോപ്പ്. അവിടെ ഒരു ചങ്ങാതി ഷെരീഫ്, കൊടുവള്ളിക്കാരനാണ് ഷെരീഫ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. നമ്മുടെ കേസിനെ കാര്യങ്ങളൊക്കെ, നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളൊരു ഐഡൻറ്റിറ്റി ഇപ്പം എന്താ പറയുക, എൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ അറിയുമോ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷങ്ങൾ പങ്കുവെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കൊടുവള്ളിക്കാരനാണ്, ഞാൻ നിങ്ങളുടെ വീഡിയോ കാണലുണ്ട്. അപ്പോൾ മൂപ്പര് ഇനി രാവിലെ കണ്ട് ഉച്ചക്കും കണ്ടപ്പോൾ ചോറയ്ക്കാനൊക്കെ അങ്ങോട്ട് വന്നപ്പോൾ മൂപ്പർക്ക് ഒരു സംശയം, ഇതിപ്പോൾ ഞാൻ തന്നെയാണോ, ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ വരാൻ എന്താ ഐഡിയ എന്നുള്ളത് മൂപ്പർക്ക് മനസ്സിലായില്ല. അങ്ങനെ മൂപ്പരിനോട് ഞാൻ പറഞ്ഞു, കുട്ടികൾക്ക് നിങ്ങൾ ഒരുപാട് വിഭവങ്ങൾ ആവശ്യമുണ്ട്, നിങ്ങൾ പരമാവധി നിങ്ങൾ വില കുറച്ച് കൊടുക്കണം. നന്നായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ വില കുറച്ച് കൊടുത്തു, കുട്ടികൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുത്തു. അങ്ങനെ ഞാൻ അവിടുന്ന് നമ്മുടെ ചാനൽ കാണുന്ന, സ്ഥിരമായിട്ട് കാണുന്ന ഷെരീഫ്, കൊടുവള്ളിക്കാരനെ ഞാൻ അവിടെ കണ്ടു. ആ കൊടുവള്ളിക്കാരാണ് ഇപ്പം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്. പിന്നെ ഞാനങ്ങനെ മൈസൂർ സൂല് പോയ സമയത്ത്, ഇപ്പോൾ മൈസൂർ സൂ പോകാത്തവർ നമ്മളതിൽ ഉണ്ടാവില്ല. ആ സൂല് പോയപ്പോൾ ഉണ്ടടാ, കണ്ണൂർ പയ്യന്നൂർ എന്നുള്ളൊരു കുടുംബം. ആ കുടുംബം വന്നിട്ട് പറയണത്, സാറേ ഞങ്ങൾ വിസാൽ മീഡിയ ഞങ്ങൾ കാണലുണ്ട്, സന്തോഷമുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെരുത്തൊരു മുഹബത്തുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിനെ എവിടെ നിന്ന് കണ്ടാലും നിങ്ങൾക്ക് ഇന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത്. കാരണം അതൊരു സന്തോഷമാണ്. നമുക്കതിനോളം വലിയൊരു സന്തോഷം വേറൊന്നുമില്ല. അപ്പോൾ ആ ഒരു കണ്ണൂർ പയ്യന്നൂരിലുള്ള ആ ഒരു കുടുംബം ഒന്നടങ്കം നമ്മളോട് സംസാരിച്ചു. പിന്നെ ഞാനങ്ങനെ മൈസൂർ സൂല് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യൂണിഫോം ഇട്ടൊരു 3 പെൺകുട്ടികൾ വന്നു. അപ്പോൾ അത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന, ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന പെൺകുട്ടികളാണ്. വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബർ അല്ലേ? അപ്പം ഞാൻ സാധാരണ എൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, പ്രായമുള്ളവരൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണാം. അപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ മനസ്സിലാവുന്നൊരു ധാരണ. ആ ധാരണ മക്കൾ പൊളിച്ചെഴുതി
അവർ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണ് വന്നപ്പോൾ ഇതൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ അവരെ കാണുമ്പോൾ എന്നാൽ ശരി ഒരു യൂട്യൂബറിനെ പരിചയപ്പെട്ടതല്ലേ എന്ന് കരുതി നമ്മൾ ഒരിക്കലും നമ്മൾ അവരുടെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ തന്നെ അവരവരുടെ ഫോണിലെടുത്ത് പോകാന്നല്ലാതെ നമ്മളതിന് നമ്മുടെ പ്രചരണത്തിനായിട്ട് യൂസ് ചെയ്യുന്നൊരു സ്വഭാവമല്ല. പക്ഷേ എൻ്റെ സന്തോഷം പങ്കുവെച്ചത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ തോന്നലില്ല. അങ്ങനെ അവർ നമ്മളെ കാണുന്നു എന്നുള്ളത് നമ്മളെ പരിചയമുള്ള ഒരാളുകളെ വന്ന് സംസാരിക്കാൻ അവരൊക്കെ ആ സ്നേഹം കാണിക്കുമ്പോൾ ആ സ്നേഹം നമ്മൾ പങ്കുവെക്കേണ്ട. അങ്ങനെ ആ കുട്ടികൾ, ആ സ്കൂളിലെ വാണിയംകുളം സ്കൂളിലെ കുട്ടികൾ നമ്മുടെ വീഡിയോ കാണുന്നവരാണ്, അവർ ആ സന്തോഷങ്ങൾ പങ്കുവെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈസൂർ പാലസിൽ പോയി. മൈസൂർ പാലസിൽ പോയപ്പോണ്ടാ അവിടെയും ഒരു കുടുംബം, അവരാണെങ്കിൽ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലുള്ളവരാണ്. ഇപ്പോൾ എന്നെ അറിയുന്നത് ചാനൽ മാത്രം കണ്ടല്ലേ, ഞാൻ പണ്ട് പഠിപ്പിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇപ്പോൾ വലിയ ഉമ്മ അയക്കണം, അതിൻ്റെ മക്കളിപ്പോൾ +2 ആയിട്ട് അയക്കണേ. അവരെ ഭർത്താവ് ബാംഗ്ലൂരാണ് ജോലി. അപ്പോൾ അവരിവിടെ മൈസൂർക്ക് വന്നതാണ്. അന്ന് കണ്ടപ്പോൾ അതിൽ ആ കുടുംബത്തിൽ പലരും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഇന്നിവിടെ മൈസൂർ വന്നപ്പോൾ ഒരു ദിവസം നിന്നപ്പോൾ കണ്ട നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകളോട് ആ സന്തോഷങ്ങൾ പങ്കുവെക്കേണ്ടത് നമ്മളൊരു കടമയാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ എവിടുന്നെങ്കിലും നമ്മൾ പരസ്പരം കാണുകയാണെങ്കിൽ ഒന്ന് വന്ന് പരിചയം, ഒന്ന് സന്തോഷം ഒന്ന് പറയാം. ഞങ്ങളുടെ വീഡിയോ കാണലുണ്ട് അല്ലെങ്കിൽ ചാനൽ കാണലുണ്ട്. ഇപ്പോൾ ചാനൽ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വിമർശനമുണ്ട്, കളായി ചെയ്തത് ശരിയായാലും. ഇപ്പോൾ ആരൊന്നും പറഞ്ഞാൽ എനിക്ക് അറിവില്ലാത്ത ഒരാളല്ലേ. പൂർണ്ണമായ അറിവ് പടച്ചവനക്ക് മാത്രമല്ലേ ഉള്ളൂ. ആ ഊത്തിത്തുമ്മിൽ ഇല്ല കലീല, കുറച്ചല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അപൂർണത ഉള്ളവരാണ് ലോകത്തെ എല്ലാ സൃഷ്ടികളും. അത് അറിവിൻ്റെ കാര്യത്തിൽ മാത്രവും അറിവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഫുള്ളായിട്ട് അറിവുള്ള ആൾ പടച്ചവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരൊന്നും പറഞ്ഞിരുന്നു ഈ അറിവില്ലെങ്കിൽ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഫുള്ളായിട്ടുള്ള അറിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? പഠിച്ചവനിപ്പോൾ ചാനൽ നടത്തൂല്ല. അപ്പോൾ നമ്മൾ നടത്തുമ്പോൾ അതിൻ്റേതായ അറിവില്ലായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു പ്രതിഷേധമാണ് പങ്കുവെക്കാനുള്ളതെങ്കിൽ അത് പങ്കുവെക്കാം. എന്തായാലും എവിടെന്നെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് അത് പങ്കുവെക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം കേരളത്തിലെ നിലവിലൊരു സ്ഥിതി ഈ രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഏത് സൂഫി മാർഗത്തിലാണ്? 2 ഓപ്ഷനാണ് ഓർത്തതൊന്ന് ഖദരിയ സൂഫി മാർഗം, മറ്റൊന്ന് അതിൻ്റെ ശരിയായ ഉത്തരം ഖാദിരിയ എന്നുള്ളതാണ്. ആ ഉത്തരമാണ് എല്ലാവരും എഴുതിയത്. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ സാധാരണ നമസ്കാരത്തിൽ ഈ സഹുവിൻ്റെ സുജൂദ്, ഒരു നമസ്കാരത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യലുണ്ട്. ഇതൊരു ഫിഖ്ഹിയായ ഒരു ചോദ്യമാണ്. ഈ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് എപ്പോഴാണ്? 2 ഓപ്ഷൻ, ഒന്ന് സലാം വീട്ടിന് ശേഷം, 2 സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുൻപ്. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഉള്ളത്. ഇപ്പോൾ നിസ്കാരത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാലാണ് സാധാരണ എങ്ങനെ ചെയ്യേണ്ടത്. അതിൽ ഈ ഒരു സാധനം ചെയ്യേണ്ടത്, ഒന്ന് സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിന് മുമ്പാണോ സലാം വീട്ടിന് ശേഷമാണോ എന്നുള്ളതാണ്. ആ ഉത്തരവാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എവിടെയെങ്കിലും കണ്ടാൽ ഒന്ന് ഹായ് പറയാം. അതോടൊപ്പം തന്നെ ആ ഒരു പരിചയം പങ്കുവെക്കാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.